ഹലോ ഗൈസ്, കോമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ്ലി റിസ്ക് എന്താണെന്ന് നോക്കാം. റിസ്ക് റെഫേഴ്സ് ടു ദ പൊട്ടൻഷ്യൽ ഫോർ ലൂസിങ് സം ഓർ ഓൾ ഓഫ് ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ വേരിയബിലിറ്റി ഓഫ് റിട്ടേൺസ് ആൻഡ് ദ അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ ഔട്ട്കംസ്. അപ്പം റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിട്ടേൺ കിട്ടാതിരിക്കുന്ന ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അൺസർട്ടൻ ആയിട്ടുള്ള ഫ്യൂച്ചർ ഔട്ട്കംസിനെയെല്ലാം റിസ്ക് എന്ന് വിളിക്കും. ടൈപ്സ് ഓഫ് റിസ്ക് ഇൻക്ലൂഡ് മാർക്കറ്റ് റിസ്ക്, ക്രെഡിറ്റ് റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക് ആൻഡ് ഓപ്പറേഷണൽ റിസ്ക് എമോങ് അതേഴ്സ്. പല ടൈപ്സ് ഓഫ് റിസ്ക് ഉണ്ട്. നമ്മളിതൊക്കെ ഓൾറെഡി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ റിസ്ക് എന്താണെന്നുള്ളത്. സോ ഇത്രയാണ് ബേസിക് ആയിട്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ വേരിയബിലിറ്റി ഇൻ റിട്ടേൺ അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ ഔട്ട്കം ആണ്. ഇനി റിട്ടേൺ എന്താണ്? റിട്ടേൺ ഈസ് ദ ഗെയിൻ ഓർ ലോസ് ഓൺ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കോസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ് ഇൻകം ഫ്രം ഡിവിഡൻസ് ഓർ ഇൻട്രസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസസ് ഫ്രം ചേഞ്ചസ് ഇൻ ദ അസറ്റ്സ് വാല്യൂ. സിമ്പിളായിട്ട് റിട്ടേൺ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആ ഒരു എക്സ്പയറി 5-10 വർഷത്തേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന എമൗണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്ത അതേ എമൗണ്ട് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അതിൽ കൂടുതലോ കുറവോ ആവാം. ആ കൂടുതൽ അഥവാ കുറവിനെയാണ് ആ ഒരു റിട്ടേൺ എന്ന് വിളിക്കുന്നത്. ഇനി റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്താണ്? ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് മാക്സിമം കുറച്ച് റിട്ടേൺ മാക്സിമം കിട്ടുന്ന രീതിയിലുള്ള ഇടങ്ങളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ ആ ഒരു ബാലൻസ്, അതായത് റിസ്ക് കൂടിയ റിട്ടേൺ കൂടും, റിസ്ക് കുറഞ്ഞ റിട്ടേൺ കുറയും. സോ റിസ്ക് ഒരുപാട് കൂട്ടി നമുക്ക് റിട്ടേൺ ഒരുപാട് കൂട്ടാൻ പറ്റില്ല. പക്ഷേ റിട്ടേൺ കുറച്ച് നമുക്ക് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി റിട്ടേൺ ഒരുപാട് കുറയ്ക്കാനും പറ്റത്തില്ല. ആ രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസിനാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് നോക്കാം. The risk return trade-off principle states that to achieve higher return, investors must be willing to accept higher risk. കൂടുതൽ റിട്ടേൺ വേണമെന്നുള്ളവർ കൂടുതൽ റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കണം എന്നാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് പ്രിൻസിപ്പിൾ പറയുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിത്ത് ലോവർ റിസ്ക് ടിപ്പിക്കലി ഓഫേഴ്സ് ലോവർ റിട്ടേൺ. ഇനി നമ്മൾ റിസ്ക് എടുക്കാൻ റെഡി അല്ലെങ്കിൽ നമുക്ക് റിട്ടേണും കുറവായിരിക്കും. സോ ഈ ഒരു എലമെൻ്റ്, ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള ആ ഒരു റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്ങും കൂടെ നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് അനുസരിച്ചിട്ട് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് മാറും. ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് റിസ്ക് ആൻഡ് റിട്ടേൺ. സ്റ്റോക്ക് ഹാവ് ഹൈ റിട്ടേൺ but risk is also high. Bonds are less risky but return is also low. So റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്, നല്ലൊരു റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാം ഒരു കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരുപാട് റിട്ടേൺ തരുന്നൊരു അസറ്റാണ്, പക്ഷേ റിസ്ക് കൂടുതലാണ്. എന്നാൽ ബോണ്ട് അത്രയും റിട്ടേൺ തരില്ല, റിസ്ക് കുറവാണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെയും ബോണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ ആകുമ്പോൾ നമുക്കൊരു ഒപ്റ്റിമൽ ഒരു റിസ്ക്കും റിട്ടേൺ ട്രേഡ് ഓഫ് അച്ചീവ് ചെയ്യാൻ പറ്റാം. ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ പല പല കോമ്പിനേഷൻസ് ചൂസ് ചെയ്യുന്നത് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിനെ ബാധിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യും, സഹായിക്കും. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഈ ഒരു റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നീഡ് ഫോർ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫസ്റ്റ്ലി, wealth maximization is possible only when there is proper balance between risk and return. വെൽത്ത് മാക്സിമൈസേഷൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. നമുക്ക് കമ്പനിയുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ഒരുപാട് റിസ്ക് ഉണ്ടെങ്കിൽ പറ്റും. ഒരുപാട് റിസ്ക് ഉള്ള ബിസിനസ്സിൽ വെൽത്ത് മാക്സിമൈസ് ആവുമോ? ഇല്ല. സോ വെൽത്ത് മാക്സിമൈസേഷൻ ഫുൾഫിൽ ആകണമെങ്കിൽ റിസ്ക്കും റിട്ടേണും തമ്മിലൊരു ട്രേഡ് ഓഫ് വേണം. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ റീസൺ ദാറ്റ് investors would divert their funds to those companies which gave returns proportionate to risk involved. എന്തുകൊണ്ടാണ് വെൽത്ത് മാക്സിമൈസേഷനിൽ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് വേണമെന്ന് പറയുന്നത്? ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് കമ്പനിയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനനുസരിച്ച് ഒരു റിസ്ക് മാത്രമേ എടുക്കാൻ തയ്യാറാവൂ.
അതിൽ കൂടുതൽ ഒരു പരിധിയിലധികം റിസ്ക് വരുവാണെങ്കിൽ അവരവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിച്ച് റിസ്ക് കുറഞ്ഞ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ. Therefore, a finance manager must seek a balancing point where return gets matched with risk. If there is no risk-return trade-off, firm cannot maximize its wealth or market value of shares. So, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് അച്ചീവ് ചെയ്താൽ മാത്രമേ വെൽത്ത് മാക്സിമൈസേഷൻ അഥവാ ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടാനായിട്ട് പറ്റുള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഫോർ ആൻ ഇൻഫർമേഷൻ. ആ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.